ഒരു തിരക്കഥാകൃത്ത്. മൂവിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നവർക്കൊക്കെ ഇയാൾക്ക് വളരെ പരിചയമുള്ള ആളാണ്. ഇദ്ദേഹം ഒരു തിരക്കഥയായിട്ട് നടക്കുകയാണ്. ചെല്ലുന്നിടത്തു നിന്നെല്ലാം റിജക്ഷനാണ്. കാരണം ഇതൊരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ അല്ല വരുന്നത്. അശോക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കഥ വരുന്നത് വളരെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റോറിയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കഥാപാത്രങ്ങളെക്കുറിച്ചും ഒരു ലോകത്തെക്കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ഈ തിരക്കഥ വായിച്ചിട്ട് റിജക്റ്റ് ചെയ്തവരെല്ലാം മരണത്തിനിരയാവുകയാണ്. അവർ പോലും അറിയാതെ അവർ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഒടുവിൽ ഈ പറഞ്ഞ തിരക്കഥാകൃത്തിൻ്റെ കാമുകിയും തിരക്കഥാകൃത്തും വരെ മരണത്തിൻ്റെ വക്കിലോട്ടെത്തുകയാണ്. പറഞ്ഞു വരുന്നത് നിത്യാവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ട്രാവൽ സ്റ്റോറിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ അഭി അനു ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൻ്റെ റൈറ്ററുടെ സെക്കൻഡ് നോവലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ. കാരണം ഇതൊരു തിരക്കഥയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റോറിയാണ്. ടൈം ട്രാവൽ എന്നൊക്കെ പറയുമ്പം ടൈം ലൂപ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ടൈം ലൈൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൂൾ ആൻഡ് കാം ആയിട്ടിരുന്ന് വായിച്ചാൽ മാത്രമേ ഇത് അണ്ടർസ്റ്റാൻഡ് ആവുള്ളൂ. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫാസ്റ്റ് റീഡിങ്ങിൻ്റെ ആളാണ്. ഈ പരിപാടിയും കൊണ്ട് ഈ ബുക്കിൻ്റെ അടുത്ത് പോയപ്പോൾ പരിപാടി നടന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യത്തെ 2-3 പേജ് വായിച്ച് ഞാൻ മടക്കി എടുത്തു വെച്ചു. ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, കാര്യം കത്തുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് റൈറ്റർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അവതാരികയും ഒക്കെ വായിച്ചിട്ടാണ് ഞാൻ കഥയിലോട്ട് കയറുന്നത്. അന്നേരം പിന്നെയും അപ്പോഴാണ് എനിക്ക് സംഭവം കത്തുന്നത്. സോ അതുകൊണ്ട് ഈ ബുക്ക് വാങ്ങി വായിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ആ റൈറ്റർ പറയുന്ന കാര്യങ്ങൾ കേട്ട് വായിച്ചിട്ട് നിങ്ങൾ കഥയിലോട്ട് എൻ്റർ ചെയ്യുക. വളരെ കൂൾ ആൻഡ് കാമായിട്ട് ഒരു കട്ടനൊക്കെ എടുത്തിട്ട് സമാധാനമായിട്ടിരുന്ന് വായിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഹാപ്പി റീഡിങ്.